ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ അവരുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചോ അതുമല്ലെങ്കിൽ അവരുടെ വേവ് ലെങ്തിനനുസരിച്ചോ കൃത്യമായിട്ട് നമ്മൾ ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നമുക്ക് പ്രധാനമായിട്ടും 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണുള്ളത്. അതിനെ നമ്മൾ വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തത്. അതായത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആൾ ആദ്യം, റേഡിയോ വേവിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയത്. അതിനുശേഷം നമ്മൾ മൈക്രോവേവിനെ എഴുതി. റേഡിയോ വേവ് ആദ്യം, പിന്നീട് മൈക്രോവേവ്, പിന്നീട് ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ, അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ ഗാമാ റേസും എഴുതി, വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് നമ്മുടെ റേഡിയോ വേവ്സിനും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഗാമാ റേസിനുമാണ്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവിനാണെങ്കിലും ഫ്രീക്വൻസി കുറവ് റേഡിയോ വേവിനാണ്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി കൂടി വരുന്ന ക്രമം എന്നും പറയാം. റേഡിയോ വേവിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി, താഴേക്ക് വരുന്തോറും നമ്മുടെ ഗാമാ റേസ് എത്തുമ്പോഴും ഫ്രീക്വൻസി മാക്സിമം ആകും. അപ്പോൾ 2 തരത്തിൽ വേണമെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് പറയാം. ഒന്നില്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടി വരുന്ന ക്രമത്തിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർലി അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ വേവുകളെയും എടുത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടോ, അവരുടെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, അവരുടെ വേവ് ലെങ്ത് റേഞ്ച് എന്താണ്, അവരുടെ യൂസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരെ നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവരെ എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടൊരു 5 പോയിന്റുകൾ ഓർത്ത് വെച്ചേക്കുക. ഫ്രീക്വൻസി റേഞ്ച്, വേവ് ലെങ്ത് റേഞ്ച്, അവരുടെ യൂസസ്, അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ ഡിറ്റക്ഷൻ. ആദ്യമായി നമ്മൾ 3 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പറയും. പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. 1 ഫ്രീക്വൻസി, 2 അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച്, 3-മത്തേത് അതിൻ്റെ യൂസസ്. ഓരോ വേവിൻ്റെയും ഫ്രീക്വൻസി റേഞ്ച്, വേവ് ലെങ്ത് റേഞ്ച്, അവരുടെ യൂസസ്. ഏറ്റവും അവസാനം നമ്മൾ ഒരു ടേബിളിലാണ് ഓരോ വേവുകളുടെയും പ്രൊഡക്ഷനും ഡിറ്റക്ഷനും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും വേവ് ലെങ്ത് റേഞ്ചും നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ യൂസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു 3 പോയിന്റുകൾ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. റേഡിയോ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്റ്റിംഗ് വയേഴ്സ്. സാധാരണഗതിയിൽ റേഡിയോ വേവ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ്. വളരെ പണ്ട് ഒരു റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ റേഡിയോയുടെ പിന്നിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഏരിയയിൽ നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വയേഴ്സ് എടുക്കുക. ഈ കണ്ടക്റ്റിംഗ് വയേഴ്സിൽ അതല്ലെങ്കിൽ ഏരിയൽസിലൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് വേണമെങ്കിൽ ചാർജുകളെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിന് മുമ്പേ കണ്ടതാണ് ആക്സലറേറ്റിംഗ് ചാർജസ്, അതും അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജസിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. റേഡിയോ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്റ്റിംഗ് വയേഴ്സ്, അതല്ലെങ്കിൽ ഏരിയൽസ് എന്ന് വിളിക്കും. അടുത്തത് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് 500 കിലോ ഹെർട്സ് ടു 1000 മെഗാ ഹെർട്സ്. 500 കിലോ ഹെർട്സ് മുതൽ 1000 മെഗാ ഹെർട്സ് വരെയാണ് റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ കിലോ എന്ന് ഉദ്ദേശിച്ചത് 10⁻³ ആണ്, മെഗാ എന്ന് ഉദ്ദേശിച്ചത് 10⁻⁶ ആണ്. അതായത് 500 × 10⁻³ ഹെർട്സ് മുതൽ 1000 × 10⁻⁶ ഹെർട്സ് വരെയാണ് റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. ഇനി അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് ഗ്രേറ്റർ ദാൻ 0.1 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു 3 പോയിന്റുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേഡിയോ വേവ്സിൻ്റെ കുറച്ച് യൂസസ് ആണ്. ഇനി റേഡിയോ വേവ്സിൻ്റെ കുറച്ച് യൂസസ് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ഇൻ AM. AM എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ദീസ് ആർ യൂസ്ഡ് ഇൻ AM ഫ്രം 530 കിലോ ഹെർട്സ് ടു 1710 കിലോ ഹെർട്സ്. അതായത് വളരെ പണ്ട് നമ്മൾ റേഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ആകാശവാണി ആ ഒരു റേഡിയോ സ്റ്റേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ റേഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാൻഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ചിലപ്പോൾ ചെറിയൊരു സ്വിച്ച് ആയിരിക്കും. ആ സ്വിച്ച് AM-ലേക്ക് നമുക്ക് ഇടാം, FM-ലേക്കും ഇടാം. AM എന്നത് ഉദ്ദേശിച്ചത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. FM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്.
നമുക്ക് റേഡിയോ വേവുകൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു വേവ് ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. 530 കിലോ ഹെഡ്സ് മുതൽ 1710 കിലോ ഹെഡ്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആ ഒരു ബാൻഡിൽ റേഡിയോ വേവ്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ FM ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ദീസ് ആർ യൂസ്ഡ് ഇൻ FM, ഫ്രീക്വൻസി മോഡുലേഷനാണ്. റേഡിയോ വേവ്സ് FM ഉപയോഗിക്കാം, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വ്യത്യാസമുണ്ട്. 88 മെഗാ ഹെഡ്സ് ടു 108 മെഗാ ഹെഡ്സ് ആണ്. മെഗാ ഹെഡ്സ് എന്ന് ഉദ്ദേശിച്ചത് 10⁶ ആണ്. 88 മെഗാ ഹെഡ്സ് മുതൽ 108 മെഗാ ഹെഡ്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനിൽ ഉപയോഗിക്കാം. റേഡിയോ വേവ്സ് ഫ്രീക്വൻസി മോഡുലേഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. AM ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് അല്ല FM ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച്. പക്ഷേ രണ്ടിലും നമുക്ക് റേഡിയോ വേവ്സിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തത്, ദീസ് ആർ യൂസ്ഡ് ഇൻ ടെലിവിഷൻ, TV വേവ്സ് ഫ്രം 54 മെഗാ ഹെഡ്സ് ടു 890 മെഗാ ഹെഡ്സ്. ടെലിവിഷനിലും നമുക്ക് ഇതുപോലെ തന്നെ റേഡിയോ വേവ്സിന് ഉപയോഗിക്കാം. അവിടെയും അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. 54 മെഗാ ഹെഡ്സ് മുതൽ 890 മെഗാ ഹെഡ്സ് വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഇനി ഏറ്റവും അവസാനം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസാണ് ഏറ്റവും അവസാനം വരുന്നത്. അൾട്രാ ഹൈ ഫ്രീക്വൻസി UHF വേവ്സ് ആർ യൂസ്ഡ് ഇൻ സെല്ലുലാർ ഫോൺസ്. മൊബൈൽ ഫോൺസിലൊക്കെ നമുക്ക് റേഡിയോ വേവ്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെയധികം ഹൈ ഫ്രീക്വൻസി റേഞ്ച് ആണെന്നേ ഉള്ളൂ. ആ ഒരു ഹൈ ഫ്രീക്വൻസി റേഞ്ചിന് വിളിക്കുന്ന പേരാണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി UHF. വളരെയധികം ഫ്രീക്വൻസി കൂടിയ വേവുകളെ നമുക്ക് സെല്ലുലാർ ഫോൺസിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ എല്ലാ പോയിന്റുകളും നമ്മളൊന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, റേഡിയോ വേവ്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ FM ഉണ്ട്, AM ഉണ്ട്. അത് രണ്ടും വരുന്നത് റേഡിയോയിലാണ്. അതുപോലെ തന്നെ TV ഉപയോഗിക്കാം, അതേപോലെ സെല്ലുലാർ ഫോൺസിലും ഉപയോഗിക്കാം. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, മെയിൻ യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലാണ്.